അതെ, ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെ വേഗം പറയ്, അല്ലെങ്കിൽ ദേ ഞങ്ങൾ എഴുന്നേറ്റ് പോവേ. ഇത് വല്ലാത്തൊരു സസ്പെൻസാ. പറ മോനെ, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തിയേക്കുന്നേ? ഉള്ള കാര്യം പറയാലോ, ഇത് ഏട്ടന്റെ കളിപ്പീരാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാരും ടെൻഷൻ ആക്കിയിട്ട് അവസാനം പറയും നമുക്ക് പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന്. അത്രേ ഉള്ളു കാര്യം. എന്നെ പൊന്നെ ഏട്ടാ, എന്തോന്ന് വെച്ചാ പറ. എനിക്ക് 100 കൂട്ടം ജോലിയുള്ളേ. ഇനി ഏട്ടത്തിയുടെ അതേ ലൈനെങ്ങാനും ആണോ നിനക്കും? നിന്റെ ഭാര്യയും കൂടി വന്നാലേ പറയൂ എന്നെങ്ങാനും ഉണ്ടോ? ഇനി ആ മാഡം വരുന്നത് വരെ ഞങ്ങളെല്ലാം കാത്തിരിക്കണോന്നായിരിക്കും അല്ലേ? ഏയ്, അത് വേണ്ട. നിധി വരുന്നതിന് മുമ്പ് ഇക്കാര്യം നിങ്ങളോട് എനിക്ക് പ്രസന്റ് ചെയ്യണം. അത് മാത്രമല്ല, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ആരും നിധിയോട് പറയാനും പാടില്ല. ഇതൊരു വലിയ സസ്പെൻസാ. സമയത്ത് മാത്രമേ നിധി കാര്യം അറിയാവൂ. എന്തിനാ മോനെ നിധി അറിയാതെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്? അതൊക്കെ ഉണ്ട് പാറു. ഏതായാലും ഞാൻ ഈ പറയുന്നതിനെ പാറു എതിർക്കില്ല, അതെനിക്ക് ഉറപ്പാ. ആ ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചതാണെന്നും അത് നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മളെല്ലാവരും എന്തുമാത്രം വിഷമിച്ചൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആ പ്രോജക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുക. ദൈവമായിട്ട് തിരികെ തന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിധി അത് നമുക്ക് നേടിത്തന്നു എന്ന് വേണം പറയാൻ. ജപ്പാൻ പ്രോജക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടതിലൂടെ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കൊരു ബാഡ് ഇമേജാണ് വീണത്. നമ്മളത് തിരിച്ചു നേടിയെന്ന് അറിഞ്ഞപ്പോ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിധിയുടെ ബ്രെയിൻ ഷാർപ്പാണ്. ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ ചിന്തിക്കാനുള്ള ഒരു ബ്രില്യൻസി നിധിക്കുണ്ട്. ഒരു നല്ല ബിസിനസ്സുകാരന് വേണ്ട തോട്ട്സും ദീർഘവീക്ഷണവും എനർജിയും ഒക്കെ ഉള്ള ആളാ നിധി. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ജപ്പാൻ കമ്പനിയുടെ ആ പ്രോജക്റ്റ് നിധി എന്റർപ്രൈസസ് എന്ന പേരിൽ ഒരു പുതിയ കമ്പനി രൂപീകരിച്ച് ആ പേരിലായിരിക്കും തുടങ്ങുന്നത്. അത് മാത്രമല്ല, ആ പ്രോജക്റ്റിന്റെ ഹെഡായി ഞാൻ നിധിയെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എടമോനെ, ഇതുവരെ നീ എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല തീരുമാനം ഇത്. എനിക്ക് എന്തുമാത്രം സന്തോഷായിന്നറിയോ? നീ നിന്റെ അച്ഛനിൽ നിന്നും ബിസിനസ് എങ്ങനെ നോക്കി നടത്തണമെന്നും മാത്രമല്ല പഠിച്ചത്, ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും പഠിച്ചിട്ടുണ്ട്. മിടുക്കൻ. ഓൾ ദ ബെസ്റ്റ് ഗൗതം. നിധിയുടെ പേരിൽ തുടങ്ങുന്ന ഈ പ്രോജക്റ്റ് നമ്മുടെ സ്ഥാപനത്തിന് പേരും പ്രശസ്തിയും സമ്പത്തും എല്ലാം ഉണ്ടാക്കി തരും. ഐ ആം കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. ഞാനീ ലോകമെന്ന് പറഞ്ഞ് ജീവിച്ചവനായിരുന്നു എന്റെ ഗൗതം. ആ നിധി ഇവനെ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ. എന്തായാലും നിന്റെ ഈ ഡിസിഷൻ കറക്റ്റാണ്, അതൊരിക്കലും തെറ്റില്ല. ചേട്ടാ സത്യമാ, ഈ വാർത്ത കേട്ടപ്പോ എന്ത് സന്തോഷമായെന്ന് അറിയാമോ? വളരെ നല്ലൊരു തീരുമാനം ചേട്ടാ എടുത്തേ. താങ്ക് യുടാ. ചേച്ചി ഇങ്ങോട്ട് വരട്ടെ, വന്ന ഉടനെ തന്നെ ഞാൻ ഈ സന്തോഷ വാർത്ത അറിയിക്കാം. ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ, ഇങ്ങനെയുണ്ടോ ഒരു പൊട്ടി? ഞാൻ ആദ്യം പറഞ്ഞാണ് തൽക്കാലം ഇതൊന്നും നിധി അറിയിക്കരുതെന്ന്. ഇതൊരു വലിയ സർപ്രൈസ് ആയിരിക്കും. നിധിയുടെ പേരിലുള്ള ഈ പ്രോജക്റ്റ് ഞാൻ അനൗൺസ് ചെയ്യുന്നത് എവിടെ വെച്ചായിരിക്കും അറിയോ? എവിടെ വെച്ചാടാ മോനെ? പ്രണവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചായിരിക്കും ഞാൻ ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. അത് വിളിച്ച് ഇടത്തി ഒന്ന് ഞെട്ടും. എല്ലാവരും അവരവരുടേതായ അഭിപ്രായം പറഞ്ഞു. അമ്മ മാത്രം ഒന്നും മിണ്ടിയില്ലല്ലോ. നീ അതിനെന്നോട് അഭിപ്രായം ചോദിച്ചതല്ലോ, തീരുമാനം അറിയിക്കുകയല്ലായിരുന്നോ ഗൗതം? ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ മാത്രം സജഷൻ പറഞ്ഞാൽ മതിയല്ലോ. ഇക്കാര്യത്തിൽ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പെർമിഷൻ ചോദിക്കലല്ലായിരുന്നു ഇത്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ.